ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് അബ്രഹാമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീയൊരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവന്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. ഓർമ്മിക്കുക, നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹീതമാകുമെന്ന വാഗ്ദാനം ലഭിച്ച അബ്രഹാം വിശ്വാസികളുടെ പിതാവായതിന്റെ ചരിത്രം അത്ഭുതാവഹമാണ്. സഹോദരപുത്രനുമായി ഭൂമി വീതം വയ്ക്കുമ്പോൾ അവൻ ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളാൻ പറയുന്നു. തിരഞ്ഞെടുപ്പിന്റെ അവകാശം അവനും അവകാശപ്പെട്ടതാണെന്ന് കരുതുന്ന നല്ല മനുഷ്യൻ. നല്ല ഭാഗം കിട്ടാനല്ല, കിട്ടിയതിനെ നല്ല ഭാഗമാക്കുവാൻ ശ്രമിക്കുന്ന അബ്രഹാം. ജലപുഷ്ടിയുള്ള ഭൂമി ലോത്ത് തിരഞ്ഞെടുത്തു. നാളുകൾ പിന്നിട്ടപ്പോൾ ലോത്തിന്റെ സ്വത്തുക്കളോടൊപ്പം ശത്രുക്കൾ ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ സർവശക്തിയും ബലവും ഉപയോഗിച്ച് സ്വതന്ത്രനാക്കിയ അബ്രഹാം തന്റെ ജീവിതയാത്രയിൽ ഇടയ്ക്കിടെ ദൈവവുമായി സംഭാഷണം നടത്തുന്ന അബ്രഹാത്തിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. ശപിക്കപ്പെട്ട നഗരങ്ങളായ സോദോമിനും ഗമോറയ്ക്കും വേണ്ടി ദൈവത്തിനുമുമ്പിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. പാപം ചെയ്ത് ദൈവത്തിങ്കിൽ നിന്ന് അകന്നവരെ പോലും അവരുടെ ജീവൻ സംരക്ഷിക്കപ്പെടുന്നതിനും മുട്ടുകൾ മടക്കുന്ന നല്ല മനുഷ്യൻ. വാർദ്ധക്യത്തിൽ തനിക്കായി ലഭിച്ച പുത്രനെ ബലിയർപ്പിക്കാൻ ദൈവം ചോദിച്ചപ്പോൾ നക്ഷത്രങ്ങളും മണൽത്തരികളും ഹൃദയത്തിൽ പേറിയ ആ നല്ല മനുഷ്യൻ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടാകും. ഇടറുന്ന ചുവടുകളും വിറയാർന്ന പാദങ്ങളുമായി മോറിയ മലമുകളിലേക്കുള്ള 3 ദിവസത്തെ യാത്ര. ദൈവസ്വരത്തിന് കാതോർത്തിരുന്നവൻ, അനുഗ്രഹമാകുമെന്ന വാഗ്ദാനത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒളിമങ്ങാത്ത വേദനയുടെ കണ്ണുനീർ താഴ്വര കടന്നവൻ, ദൈവഹിതത്തിന് തലകുനിച്ച് ജീവിതബലിയുടെ മല കയറുമ്പോൾ ഉള്ളിലെ വിശ്വാസത്തിന്റെ തീനാളം ദൈവമണച്ചില്ല. അബ്രഹാത്തിന്റെ വിശ്വാസം നമ്മിലും വളരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. യേശുവേ, നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. ഓരോ ദിനത്തിലും ഉള്ളുരുകുമ്പോഴും ഓടി നീ എന്നുമെൻ ചാരയണഞ്ഞിടും. ഞാനറിയാതെന്റെ കാര്യം നടത്തിടും. ഞാനിയാമെന്റെ ദൈവം എത്ര ശ്രേഷ്ഠൻ. ഞാനറിയാതെന്റെ കാര്യം നടത്തിടും. ഞാനിയാമെന്റെ ദൈവം എത്ര ശ്രേഷ്ഠൻ.
ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. യേശുവേ നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. ഏകനായി നിന്നപ്പോൾ തേടി വന്നെന്നെ നിൻ മാറതിൽ ചേർത്തു നീ. കൂരിരുൾ പാതയിൽ ഏകനായി നിന്നപ്പോൾ തേടി വന്നെന്നെ നിൻ മാറതിൽ ചേർത്തു നീ. ആർദ്രമാം നിൻ മുഖം കണ്ടതും എൻ ഭാഗ്യമേ. ആ സ്നേഹമുള്ളിൽ ഞാൻ കാത്തിടും എന്നുമേ. ആർദ്രമാം നിൻ മുഖം കണ്ടതും എൻ ഭാഗ്യമേ. ആ സ്നേഹമുള്ളിൽ ഞാൻ കാത്തിടും എന്നുമേ. യേശുവേ നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. യേശുവേ നീ ചെയ്യും നന്മകൾക്കായി ഞാൻ എന്തിനീ നൽകേണം തമ്പുരാനേ. ഓരോ ദിനത്തിലും ഉള്ളുരുകുമ്പോഴും ഓടി നീ എന്നുമെൻ ചാരയണഞ്ഞിടും. ഞാനറിയാതെന്റെ കാര്യം നടത്തിടും. ഞാനിയാമെന്റെ ദൈവം എത്ര ശ്രേഷ്ഠൻ. ഞാനറിയാതെന്റെ കാര്യം നടത്തിടും. ഞാനിയാമെന്റെ ദൈവം എത്ര ശ്രേഷ്ഠൻ.